എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും ദൈവനാമത്തിൽ സമാധാനം. ഞാൻ നിങ്ങളുടെ പ്രിയ സഹോദരൻ അജിത്. ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന യൂട്യൂബ് ചാനൽ പ്രേക്ഷകർക്കും ക്രിസ്ത്യാനികളുടെ ശ്രദ്ധയ്ക്ക് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് അംഗങ്ങൾക്കും എൻ്റെ എല്ലാ ഫേസ്ബുക്ക് സുഹൃത്തുക്കൾക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ദൈവനാമത്തിൽ സഹൃദയം സ്വാഗതം ചെയ്തുകൊള്ളു. ഇന്നത്തെ എൻ്റെ വീഡിയോ തൃത്വം എന്ന ജനപ്രിയ ദുരുപദേശത്തെ പറ്റിയാണ്. തൃത്വം എന്നുള്ളത് എവിടെ ഉത്ഭവിച്ചു, എങ്ങനെ ഉത്ഭവിച്ചു എന്നുള്ളതിന് തെളിവൊന്നുമില്ല. എന്നാൽ ഇത് കൂടുതൽ പ്രചാരമാക്കിയത് പെന്തക്കോസ്ത് സഭകളാണ്. ഞാൻ ഒരു പെന്തക്കോസ്തുകാരനായിരുന്നു 13 കൊല്ലം മുമ്പ്. അതുകൊണ്ട് എനിക്ക് ആധികാരികമായി പറയാം, അവിടെ ഏറ്റവും കൂടുതൽ ഉപദേശം എന്നുള്ളത് തൃത്വത്തെ പറ്റിയാണ്. എന്ന് പറഞ്ഞാലും ദൈവം എന്നൊരു വാക്കല്ല, അവിടെ തൃത്വം, തൃത്വദൈവം, തൃത്വദൈവങ്ങൾ എന്നുള്ള വാക്കാണ് ഞാൻ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ തിരുവെഴുത്ത് പുസ്തകം വായിക്കുമ്പോൾ അങ്ങനെ ഒരു ഭാഗം എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പലരോടും അന്വേഷിച്ചു. എൻ്റെ ഉപദേശകനായ സഭാ പാസ്റ്ററോടും പറഞ്ഞു. അദ്ദേഹത്തിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നത് മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ അവസാനത്തെ ഭാഗത്ത് 19-20 വാക്യങ്ങളിൽ യേശു സ്വർഗാരോഹണത്തിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ച ഒരു വചനമുണ്ട്. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും എന്നൊരു വാക്കുണ്ട്. ആ വാക്യത്തിൽ ഉണ്ട് ഈ തൃത്വം എന്നാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് എങ്ങനെയാകും? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പറഞ്ഞത് 3 ദൈവമാണോ? ദൈവമാണെന്നത് പറയുന്നില്ലല്ലോ. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് അതാണ് അതിൻ്റെ സത്യം. അത് അജിത് ബ്രദറിന് ദൈവവചനത്തിന്റെ മർമ്മങ്ങളെ അറിയില്ല. ആ മർമ്മങ്ങൾ അറിഞ്ഞവർ ഉപദേശിച്ചതാണ് ഈ തൃത്വം. അത് അജിത് ബ്രദർ പഠിച്ച് പരിശുദ്ധാഭിഷേകം പ്രാപിച്ച് ജ്ഞാനത്തിൻ്റെ കൃപാവരമൊക്കെ ലഭിക്കുമ്പോൾ അത് അറിഞ്ഞിരുമെന്ന് പറഞ്ഞു. ഞാൻ പല ഭാഗങ്ങളിൽ എനിക്ക് ടെൻഷനായിരുന്നു. അത് സത്യമാണോ? ദൈവം എന്നുള്ളത് ഏകനാണെന്ന് ഞാൻ അനേക ഭാഗങ്ങളിൽ വായിച്ചു. ഇവർ ഈ പുത്രൻ എന്ന് പറഞ്ഞ യേശു ദൈവത്തിന്റെ പുത്രനാണെന്നും പറയുന്നു. പിന്നെ പരിശുദ്ധാത്മാവ് എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവാണെന്നും ഞാൻ പലയിടത്തും വായിച്ചു. അപ്പൊ ഇത് 3 വ്യക്തിയല്ലോ. ഇവ പുത്രൻ വേറൊരു വ്യക്തിയാണെന്ന് പറയാം. പിതാവിന്റെ ആത്മാവിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അവരുടെ തർക്കിച്ചിട്ടോ വാഗൊണ്ട് യുദ്ധം നടത്തിയിട്ടോ കാര്യമില്ല. നമുക്ക് ഇതിന്റെ സത്യാവസ്ഥ, ട്രിനിറ്റി എന്ന തൃത്വം, അതിന്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നമുക്ക് ദൈവവചനത്തിൽ കൂടി മാത്രമേ അത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. അത് ന്യായപ്രമാണത്തിന്റെ 1-ാമത്തെ കൽപ്പന ലംഘനമാണ് തൃത്വം എന്നാണ് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ തൃത്വം എന്നുള്ളത് പൈശാചികമായ ദുരുപദേശമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും. കാരണം തൃത്വം എന്ന വാക്യത്തിലൂടെ ദൈവത്തെ നിഷേധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദുഷ്ടവാക്യമാണെന്ന് നമുക്ക് പറയുവാൻ കഴിയും. 1-ാമത്തെ വാക്യം, ദൈവം ഈ വചനങ്ങളൊക്കെയും അരുളി ചെയ്തു, അടിമ വീടായ മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവം ആകുന്നു. ദൈവം മോശയ്ക്ക് കൊടുത്ത, അല്ലെങ്കിൽ ദൈവം താൻ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ജനം, യാക്കോബിന്റെ 12 മക്കൾ അടങ്ങുന്ന ദൈവത്തിന്റെ ജനം, 12 ഗോത്രങ്ങൾ അടക്കുന്ന ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവം കൊടുക്കുന്ന ആദ്യത്തെ ന്യായപ്രമാണ കൽപ്പനയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. എൻ്റെ പേര് യഹോവയാകുന്നു, ഞാനാണ് നിങ്ങളെ ദൈവം. ദൈവങ്ങൾ എന്നല്ല പറയുന്നത്, തൃത്വത്തിൽ ഏകൻ എന്നല്ല അവിടെ പറയുന്നത്. എൻ്റെ പേര് യഹോവയാകുന്നു, ഞാനാണ് നിങ്ങളുടെ ദൈവം. തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. അപ്പൊ ട്രിനിറ്റി എന്ന ദൈവം, ട്രിനിറ്റി, തൃത്വത്തിൽ ഏകൻ എന്നൊക്കെ പറയുമ്പോൾ
ദൈവത്തിന്റെ അവസ്ഥ, ദൈവത്തിന് നിങ്ങളോട് തോന്നുന്ന, ഈ സഭയോട് തോന്നുന്ന വികാരം എന്തായിരിക്കും പ്രിയ സഹോദരങ്ങളെ? ഈ പൈശാചിക ഉപദേശങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? കയ്യിൽ തിരുവെഴുത്ത് പുസ്തകമില്ലേ? അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഡ്ഢികളായ മനുഷ്യരുടെ ഉപദേശങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനി മറ്റൊരു വാക്യമുണ്ട്, ആവർത്തന പുസ്തകം. അതും ന്യായപ്രമാണ പുസ്തകത്തിൽ പെടുന്നതാണ്. ഈ ആവർത്തന പുസ്തകത്തിന് ആവർത്തനം എന്ന് പറയാൻ കാര്യം, മുമ്പ് പറഞ്ഞിട്ടുള്ള പല വചനങ്ങളും ആവർത്തിച്ച് എഴുതപ്പെട്ട പുസ്തകമായതുകൊണ്ടാണ് ആ പുസ്തകത്തിന് ആവർത്തന പുസ്തകം എന്ന് പറയുന്നത്. ഇവിടെ ദൈവം എന്നുള്ളത് ഏകനാണെന്നും ദൈവം ഒരാൾ മാത്രമാണെന്നും ആ ദൈവത്തിന്റെ പേര് യഹോവയാണെന്നും ആ ദൈവത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നുള്ളതും അത് തെളിയിക്കാൻ വേണ്ടി ഒന്നുകൂടി എഴുതപ്പെട്ട ഭാഗമാണ് ആവർത്തന പുസ്തകം 11-ാം അധ്യായം 26-28 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ഞാൻ ഇന്ന് അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് അനുഗ്രഹം? എന്തിനാണ് ശാപം? ഇന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ അനുഗ്രഹവും. അപ്പൊ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് അനുഗ്രഹം. രണ്ടാമത് പറയുന്നത്, നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കാതെ ഇന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വഴിയെ വിട്ടുമാറി നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളുടെ പിന്നാലെ ചെല്ലുന്നുവെങ്കിൽ ശാപവും വരും. അപ്പൊ അന്യദൈവങ്ങളെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ശാപം വരും എന്നാണ് ദൈവം കൽപ്പിക്കുന്നത്. അത് ന്യായപ്രമാണത്തിലെ ആവർത്തിക്കപ്പെടുന്ന ഒരു കൽപ്പനയാണ്. മുൻപ് പറഞ്ഞതാണ്. രണ്ടാമത് ഒന്നുകൂടെ ആവർത്തിക്കപ്പെടുന്ന കൽപ്പനയാണ്, ഞാനല്ല നിനക്ക് മറ്റ് ദൈവങ്ങൾ ഉണ്ടാകരുത്. ഇപ്പൊ ട്രിനിറ്റി എന്ന് പറഞ്ഞത് അത് ആ കൽപ്പന ലംഘിക്കുന്നതല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്തിനേയും ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കുന്നത്? ഒരു കുരുടൻ മറ്റൊരു കുരുടനെ വഴി കാട്ടിക്കൊടുത്താൽ രണ്ടുപേരും കുഴിയിൽ വീഴുമെന്ന് ദൈവവചനം പറയുമ്പോൾ നിങ്ങൾ ആ വചനത്തെയെങ്കിലും മാനിക്കാത്തതെന്ത്? സഭ എന്നുള്ളത് ദൈവത്തിന്റെ ജനത്തിന്റെ സഭയാണ്. അവിടെ സഭ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ വചനത്തിന് നിങ്ങൾ എത്ര വില കൽപ്പിക്കുന്നു? പിന്നെ ആവർത്തന പുസ്തകത്തിൽ 11-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വീണ്ടും ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിന് ഭോഷത്വം പറ്റുകയും നിങ്ങൾ നേർവഴി വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്യാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് ഒരു വാണിംഗ് കൂടെ ദൈവം തരികയാണ്. എന്ന് ഈ വചനങ്ങളൊന്നും തൃത്വക്കാർ വായിക്കുന്നില്ലേ? ഈ ന്യായപ്രമാണത്തിൽ മാത്രമല്ല, ന്യായപ്രമാണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കൽപ്പനയല്ല അന്യദൈവ ആരാധന പാടില്ല. ഏകദൈവമായ ഞാൻ നിന്നെ സൃഷ്ടിച്ചു, നിന്നെ വിളിച്ചു വേർതിരിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും നീ എന്തിന് അന്യദൈവങ്ങളെ പിന്നാലെ പോകുന്നു? അങ്ങനെ പോകരുത് എന്ന് പറയുന്നതിന് ന്യായപ്രമാണത്തിൽ മാത്രമല്ല, അനേകം പ്രവാചകന്മാർ കൂടിയും ദൈവം സംസാരിച്ചിരുന്നു. യെശയ്യാവിന്റെ പുസ്തകം 42-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഒന്ന് വായിച്ചു നോക്കിയാൽ പറയും, ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹത്തിനും കൊടുക്കുകയില്ല എന്ന് പറയും. ഈ മഹത്വം എന്നുള്ളത് അല്ലെങ്കിൽ സ്തുതി എന്നുള്ളത് ദൈവത്തിന് മാത്രമുള്ളതാണ്. ആ സ്ഥാനം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. എൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവിനും കൊടുത്തിട്ടില്ല. എൻ്റെ പുത്രനായ ആർക്കും ദൈവം ആ സ്ഥാനം കൊടുത്തിട്ടില്ല. ആ മഹത്വവും സ്ഥാനവും ദൈവത്തിന് മാത്രമാണ്. കാരണം ദൈവം ഒരാൾ മാത്രമേ ഉള്ളൂ. മറ്റൊരു ദൈവം, 3 ദൈവമില്ല. ഇപ്പം 3 ദൈവം ഉണ്ടെന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ അവൻ ശുദ്ധ പൊട്ടനാണ്. ആവർത്തന പുസ്തകം 6:4 പറയുന്നു, ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ, മറ്റൊരാളും കൂടെ ഇല്ല. പിതാവ് മാത്രമേ ഉള്ളൂ. പുത്രനും പരിശുദ്ധാത്മാവും അവിടെ ഇല്ല. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്. അത് പ്രത്യേക ഒരു വ്യക്തിയല്ല, ആ ദൈവം തന്നെയാണ്, ദൈവത്തിന്റെ ഒരു ഭാഗമാണ്. ഇനി ട്രിനിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ യാക്കോബിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ചിന്തിക്കുവാനുള്ള ഒരു
ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികൾ ഇല്ലാതിരിക്കുകയും ചെയ്താൽ ഉപകാരം എന്ത്? അത് ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ദൈവത്തിന്റെ കൽപ്പനയാണ്. നിങ്ങൾ വിശ്വാസമുണ്ടെന്ന് പറയുകയും നിങ്ങൾ പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് ഉപയോഗം? നിങ്ങൾ ഭയങ്കര ഏറ്റവും കൂടുതൽ വിശുദ്ധന്മാരായ സഭയാണ്, ഫേമസ് സഭയാണ്, യഥാർത്ഥ സഭ ഞാനാണ് എന്ന് പല അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന അനേകം സഭകളുണ്ട്. എന്നാൽ ഇവിടെ പ്രവൃത്തി ശരിയാണോ? ആ പ്രവൃത്തി ശരിയാണെന്ന് ചോദിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവന് ചോദിക്കുവാനുള്ള ചങ്കൂറ്റമുണ്ടോ, ഉറപ്പുണ്ടോ, പരിജ്ഞാനമുണ്ടോ? വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ ദൈവത്തെ ഭയങ്കര വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം ഉണ്ടാവണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ദൈവം പറയുന്നു ഞാൻ ഏകനാണ്, ഞാനാണ്, നിനക്ക് മറ്റു ദൈവങ്ങൾ ഉണ്ടാകുന്ന ദൈവം കൽപ്പിക്കുമ്പോൾ ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും ദൈവം മൂന്നാണെന്ന് പറയുകയും ആ ദൈവം തൃത്വത്തിൽ ഏകനാണെന്ന് പറയുകയും ചെയ്യുന്നത് എന്തടിസ്ഥാനം? ഏതടിസ്ഥാനം? 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയും. പിശാച് ചിന്തിക്കുന്നത് ദൈവം ഏകനാണെന്നാണ്. അവ അത് കേട്ട് ഭയപ്പെടുകയും ചെയ്യുകയാണ്. ഇപ്പം ദൈവത്തിന്റെ മക്കളെന്ന് അവകാശപ്പെടുന്നവർക്ക് വിറയലുമില്ല, ഭയവുമില്ല. ദൈവം തൃത്വ, ഇപ്പോഴും അവർക്ക് തൃത്വ. ദൈവം മൂന്നാണ്, മൂന്നിൽ ഒന്നാണ്, തൃത്വത്തിൽ ഏകനാണ്. ഇതാണ് ചിന്താഗതി. അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെപ്പറ്റി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു നമ്പറാണ്. നമുക്ക് മനസ്സിലാവാത്ത ചില ഭാഷകൾ പറയും. അതായത് സുമാർ അഴീക്കോടിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാൽ സാധാരണ ആൾക്ക് പെട്ടെന്ന് പിടികിട്ടില്ല. അങ്ങനെ ഓരോ വാക്കുകളും കടിച്ചാൽ പൊട്ടുന്ന മുട്ടം വാക്കുകൾ എടുത്തിരും. അത് നമുക്കൊന്നും മനസ്സിലാവുകയില്ല. അദ്ദേഹം എന്തോ സംസാരിച്ചു എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. അതുപോലെയാണ് ട്രിനിറ്റിയെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള കുറെ കടുത്ത വാക്കുകൾ അങ്ങ് എടുത്തിരും. ഇനി ഈ പ്രവൃത്തിയും വിശ്വാസവും എങ്ങനെ ആയിരിക്കണമെന്ന് അവിടെ പറയുന്നുണ്ട്. 23-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അബ്രഹാം ദൈവത്തെ വിശ്വസിക്കുകയും അവന് അത് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവർത്തിയായി അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ചു. ഇത് ഈ അബ്രഹാമിനെങ്കിലും നിങ്ങൾ ഒന്ന് അനുകരിക്കാൻ ശ്രമിച്ചുകൂടെ? അതിന് കാരണമുണ്ട്. അബ്രഹാമിൽ കൂടിയാണ് ദൈവത്തിന്റെ ജനം ഉണ്ടാകുന്നു എന്ന് ദൈവം അബ്രഹാമിന് ദർശനത്തിൽ കാണിച്ചു കൊടുത്തു. അതും പോരാഞ്ഞിട്ട് 3 മനുഷ്യന്മാരായ ദൂതന്മാരെ അബ്രഹാമിന്റെ വീട്ടിൽ എത്തിച്ച് അവരെ കൊണ്ടും ദൈവത്തിന്റെ ദൂത് അറിയിച്ചു. നിന്നിൽ നിന്നും ഒരു വിശുദ്ധമായ ഒരു ജനം പുറപ്പെടും. അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ എണ്ണിയാൽ തീരാത്ത തരത്തിലുള്ള എണ്ണവും കടലിലെ മണൽത്തരി പോലെ എണ്ണിയാൽ തീരാത്ത മണൽത്തരി പോലെയും ആകുന്ന ഒരു വലിയ സമൂഹമാണെന്ന് പറയുകയും ചെയ്തു. എന്നിട്ട് ഇത്രയും ദൈവം ദർശനത്തിലും പറഞ്ഞു, നേരിട്ട് ദൂതന്മാരെ അയച്ചു പറഞ്ഞിട്ടും ഈ അബ്രഹാമിനും സാറായ്ക്കും വിശ്വാസം ഉണ്ടായില്ല എന്നുള്ളതാണ്. അബ്രഹാമിന് പ്രത്യേകിച്ചൊന്നുമില്ല. അബ്രഹാമിന്റെ അഭിപ്രായം എല്ലാം ഭാര്യയാണ്, സാറയാണ്. സാറ എന്ത് പറയുന്നു അതനുസരിക്കുക എന്നുള്ളതാണ് അബ്രഹാമിന്റെ ഐഡിയ. ഈ വയസ്സാങ്കാലത്ത് ഒരിക്കലും ഞങ്ങൾക്ക് മക്കൾ ഉണ്ടാകില്ല എന്ന് അവർ സ്വയം തീരുമാനിച്ചു. അബ്രഹാമിനും ചിന്തിച്ചു, സാറയും ചിന്തിച്ചു. അപ്പൊ സാറ ഒരു ഐഡിയ ഇട്ടു, എനിക്ക് എന്തായാലും പ്രസവിക്കാൻ കഴിയില്ല, ഞാൻ വയസ്സായി മച്ചിയായി. ഇനി നിങ്ങൾ ചെയ്യാതെ, നിങ്ങൾ ചെന്ന് എന്റെ ജോലിക്കാരിയായ ഹാഗറിന്റെ അടുത്ത് ചെല്ലുക, അവൾ കൂടി ഒരു കുഞ്ഞുണ്ടാവും, അതായിരിക്കും ദൈവം ഉദ്ദേശിച്ച ജനം എന്ന് അവർ പറഞ്ഞു. അബ്രഹാം അതും കേട്ട് അവരടുത്ത് പോയി ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു. ആ കുഞ്ഞാണ് ഇസ്മായേൽ. ഇസ്മായേൽ വളർന്നു വലുതായി വലിയ കൗമാരക്കാരനായപ്പോഴാണ് സാറ ഇവിടെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്, ഇസഹാക്കിന്. ഇസഹാക്കിനെ കണ്ടതോടുകൂടി ഇസ്മായിലും ഹാഗറും സാറായിക്ക് കണ്ണിലെ കരടായി എന്നാണ്. അവർ അസൂയ മൂത്തു. എനിക്ക് എന്റെ കുഞ്ഞിന് കിട്ടേണ്ട സൗഭാഗ്യം ഇസ്മായിലിന് കിട്ടുമോ, ഇസ്മായിലിന്റെ അമ്മയായ ഹാഗറിന് കിട്ടുമോ എന്ന് അവർ തെറ്റിദ്ധരിച്ചു. അബ്രഹാമിനോട് സാറ പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞിനെയും തള്ളയും കൊണ്ട് മരുഭൂമിയിൽ കൊണ്ട് കളയാൻ പറഞ്ഞു. അബ്രഹാം അതുപോലെ കേട്ടു. അബ്രഹാം ഒരിക്കലും ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ കൊടുക്കണമോ കൊടുക്കണ്ടയോ, അല്ലെങ്കിൽ ഞാൻ ആദ്യം ഹാഗറിനെ വിവാഹം കഴിക്കാൻ പോയപ്പോൾ അത് ചെയ്യാമോ ചെയ്തില്ലയോ ഒന്നും ദൈവത്തോട് ചോദിച്ചില്ല.
അവൻ ഭാര്യ പറയുന്നത് കേട്ടു, ഭാര്യ പറഞ്ഞനുസരിച്ചു. അതിനുശേഷം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായെന്നും തിരുവെഴുത്ത് വായിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ ദൈവം വയസ്സാകാലത്ത് തനിക്കുണ്ടായ ആദ്യത്തെ കുഞ്ഞ് ലാളിച്ച് വളർത്തിയ ഇസ്മായിലെ ഉപേക്ഷിക്കാൻ പറയുന്നത് അബ്രഹാമിനെ സംബന്ധിച്ച്, ഒരു പിതാവിനെ സംബന്ധിച്ച് അത് എത്രത്തോളം ദുഃഖകരമാണെന്ന് ചിന്തിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ്. തിരുവെഴുത്ത് രേഖപ്പെടുത്തിയില്ല എങ്കിലും ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത്രത്തോളം വേദന ഉണ്ടാകും. ഇതിന് കാരണം എന്താണ്? ദൈവത്തിന്റെ വാക്കിനേക്കാളും ഭാര്യയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തു എന്നുള്ളതാണ്. എന്നാൽ ദൈവം വീണ്ടും അബ്രഹാമിനെ വിളിച്ചു. തൻ്റെ പുത്രനായ, സാറായിൽ ജനിച്ച പുത്രനായ ഇസഹാക്കിനെ യാഗം കഴിപ്പിക്കണം എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ അബ്രഹാം ചെന്ന് സാറയോട് ചോദിച്ചില്ല, സാറേ, നമ്മുടെ മകനായ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നു, ചെയ്തോട്ടെ എന്ന് ചോദിക്കും. സാധാരണ അബ്രഹാമെ ആയിരുന്നുവെങ്കിൽ അങ്ങ് ചോദിക്കുമായിരുന്നു. പക്ഷെ ചോദിച്ചില്ല. ആരോടും ചോദിച്ചില്ല. ആ മകനോട് പോലും പറഞ്ഞില്ല. മകനെയും കൂട്ടി യാഗത്തിന് മലയിലേക്ക് കടന്നുപോയി എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, നീ മകനെ മേൽ കത്തി വെക്കണ്ട, ഞാൻ നിന്നെ പരീക്ഷിച്ചാകുന്നു എന്ന് കൽപ്പിക്കുന്നത്. ഇവിടെ അബ്രഹാമിനുണ്ടായ ഒരു സെൻസ് ഇന്നത്തെ തൃത്വ വിശ്വാസികൾക്ക് ഉണ്ടാകണമെന്ന് ഞാൻ വളരെ താഴ്മമായി അപേക്ഷിക്കുകയാണ്. നിങ്ങൾ ഇത്രയും കാലം അബ്രഹാം ചെയ്തതുപോലെ, ഭാര്യയുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തതുപോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ സഭ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശങ്ങൾക്ക് ചെവി കൊടുത്തതുപോലെ ആകരുത്. അബ്രഹാം മൂന്നാമത്തെ തവണ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ പോയപ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തു. തന്നെ ഉപദേശിച്ചിരുന്ന ഭാര്യയുടെ വാക്കിന് ചെവി കൊടുത്തില്ല. അതുപോലെ ആകണം. നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് സ്വയമേ ചെയ്യണം. ആരുടെ അഭിപ്രായവും ചോദിക്കാൻ നിങ്ങൾ പോകരുത്. അതിനുള്ള അഭിപ്രായം എന്നുള്ള തിരുവെഴുത്താണ്. തിരുവെഴുത്തിലെ ന്യായപ്രമാണത്തിന്റെ ഒന്നാമത്തെ കൽപ്പന ലംഘനമാണ് തൃത്വം. തിരിച്ചറിയുക. അപ്പോൾ നിങ്ങൾ എല്ലാവരും അബ്രഹാമിനെ പോലെ ഒരു തിരിച്ചറിവ് ഉണ്ടായി. ഏക സത്യ ദൈവമായ യഹോവയാണ് യഥാർത്ഥ ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇതുവരെ വീക്ഷിച്ച എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവനാമത്തിൽ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത ഒരു വീഡിയോ കാണുന്നവരെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.